തിരൂർ ഏഴൂർ പുളിക്കപ്പറമ്പിൽ തിങ്കളാഴ്ച വൈകുന്നേരമാണ് ദാരുണ സംഭവമുണ്ടായത്. 30 വയസ്സുള്ള ഇർഫാന, മകൻ 1.5 വയസ്സുള്ള അമൻ മാലിക് എന്നിവരാണ് മരിച്ചത്. ഇർഫാനയുടെ പിതാവ് കരിമ്പനക്കൽ ഇബ്രാഹിംകുട്ടി പള്ളിയിൽ പോയതിനു പിന്നാലെയാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. ഇബ്രാഹിംകുട്ടി പോയതിനു പിന്നാലെ വീട്ടിലെത്തിയ അയൽവാസി ഇർഫാനയെ അന്വേഷിച്ചെങ്കിലും വീട്ടിൽ കണ്ടില്ല. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിനിടെ കിണറിന്റെ വല സ്ഥാനം തെറ്റിക്കിടക്കുന്നത് കണ്ട് നോക്കിയപ്പോഴാണ് മൃതദേഹങ്ങൾ കിണറ്റിൽ കണ്ടത്. 12.5 മീറ്റർ ആഴവും 2.5 മീറ്ററോളം വെള്ളവുമുള്ള കിണറ്റിലാണ് ഇർഫാനയും മകനും മരിച്ചു കിടന്നത്. ഉടൻ തന്നെ തിരൂർ ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി മൃതദേഹങ്ങൾ പുറത്തെടുക്കുകയും ചെയ്തു. മൃതദേഹങ്ങൾ തിരൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. 4 മാസം മുൻപാണ് ഇർഫാനയുടെ ഉമ്മ മരിച്ചത്. ഇത് ഇർഫാനയെ മാനസികമായി വല്ലാതെ തളർത്തിയിരുന്നു. ഇർഫാനയുടെ ഭർത്താവ് റാഫി വിദേശത്താണ്. മരണത്തിൽ അസ്വാഭാവികതയില്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. തിരൂർ ഫയർ സ്റ്റേഷൻ ഓഫീസർ പി അബ്ദുൽ സലീമിന്റെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ടി കെ മദനമോഹനൻ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ കെ കെ സന്ദീപ്, വി സി വിപിൻ, കെ സി രതീഷ്, ടി അബ്ദുസമദ്, പി കെ നകുൽ, പി വി ഗോപി എന്നിവരടങ്ങുന്ന സംഘമാണ് മൃതദേഹങ്ങൾ പുറത്തെടുത്തത്. ഈ ചാനൽ ന്യൂസ് തിരൂർ.